ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാർട്ട് 4 നാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ നാലാമത്തെ LDCയുടെ കോഡ് നമ്പർ 077/2017 ആണ്. കൊല്ലം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് അടിയിൽ നൽകുന്നതാണ്, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് മോക്ക് ടെസ്റ്റായി ചെയ്ത് നോക്കാവുന്നതാണ്. വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ കുറ്റ്യാടി, ഓപ്ഷൻ ബി ശബരിഗിരി, ഓപ്ഷൻ സി ബ്രഹ്മപുരം, ഓപ്ഷൻ ഡി പള്ളിവാസൽ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി പള്ളിവാസലാണ്. ഓപ്ഷൻ ഡി പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഇനി രണ്ടാമത്തെ, കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ഓപ്ഷൻ എ പത്തനംതിട്ട, ബി ഇടുക്കി, സി വയനാട്, ഡി ആലപ്പുഴ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ഇടുക്കിയാണ് കേരളത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല. എന്നാൽ കൂടിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരമാണ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല. കുറഞ്ഞ ജില്ല എന്ന് ചോദിച്ചാൽ ഇടുക്കിയും, കൂടിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരവുമാണ്. ഇനി മൂന്നാമത്തെ, കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ്? ഓപ്ഷൻ എ മിശ്രഭോജനം, ഓപ്ഷൻ ബി ചന്നാർ ലഹള, ഓപ്ഷൻ സി വൈക്കം സത്യാഗ്രഹം, ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന വിളംബരം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഇത് പലതവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ തന്നെ കുറെ തവണ നമ്മൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നാലാമത്തെ, കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം ഏതാണ്? ഓപ്ഷൻ എ ദീപിക, ബി കേരള ദർപ്പണം, സി രാജ്യസമാചാരം, ഡി കേരള പത്രിക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം. ഇനി അഞ്ചാമത്തെ, മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ നാട്ടകം, ഓപ്ഷൻ ബി പുനലൂർ, ഓപ്ഷൻ സി വാളയാർ, ഓപ്ഷൻ ഡി ഷൊർണൂർ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി വാളയാറാണ്. പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലൂടെ എന്നുള്ള വിഭാഗത്തിൽ ഞാൻ ക്ലാസ് ചെയ്തിരുന്നു. കാണാത്തവർ അത് പോയി കാണുക. അതിൽ പറഞ്ഞിട്ടുണ്ട് മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന്. ഇത് കറന്റ് ആയിട്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് GK വിഭാഗത്തിൽ. ഇനി ആറാമത്തെ, കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഒറീസ, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി ബംഗാൾ, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. കോസി ജലവൈദ്യുത പദ്ധതി നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ഓപ്ഷൻ ബി ബീഹാർ. ബീഹാറിലാണ് കോസി ജലവൈദ്യുത പദ്ധതിയുള്ളത്. ഏഴാമത്തെ, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം? ഓപ്ഷൻ എ ബാംഗ്ലൂരു, ഓപ്ഷൻ ബി മൈസൂർ, ഓപ്ഷൻ സി വിശാഖപട്ടണം, ഓപ്ഷൻ ഡി മദ്രാസ്. ആൻസർ ഓപ്ഷൻ എ ബാംഗ്ലൂരാണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം. ഇനി എട്ടാമത്തെ, ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ഹാൽഡിയ, ഓപ്ഷൻ സി മർമഗോവ, ഓപ്ഷൻ ഡി കാണ്ടില. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി മർമഗോവയാണ്. ഇന്ത്യയിൽ നിന്നും കൂടുതലായി അയിര് കയറ്റുമതി ചെയ്യുന്ന, ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന മർമഗോവ. ഇനി ഒമ്പതാമത്തെ, സിൽവർ വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പാല്, ഓപ്ഷൻ ബി പയറുവർഗ്ഗങ്ങൾ, ഓപ്ഷൻ സി മത്സ്യം, ഓപ്ഷൻ ഡി മുട്ട. ഓപ്ഷൻ ഡി മുട്ടയാണ് ശരിയായ ആൻസർ. സിൽവർ വിപ്ലവം അറിയപ്പെടുന്നത് മുട്ടയുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്നാൽ പാൽ വിപ്ലവം അറിയപ്പെടുന്നത് ധവള വിപ്ലവം എന്നാണ്. പയറുവർഗ്ഗങ്ങൾ അറിയപ്പെടുന്നത് ഹരിത വിപ്ലവം എന്നും, മത്സ്യങ്ങളുടെ ഉൽപാദനത്തിലുള്ള കൂടുതലിനെ നീല വിപ്ലവം എന്നുമാണ് നമ്മൾ അറിയപ്പെടുന്നത്. പാലാണെങ്കിൽ ധവള വിപ്ലവം, പയറുവർഗ്ഗങ്ങൾ ഹരിത വിപ്ലവം, മത്സ്യങ്ങളാണെങ്കിൽ നീല വിപ്ലവം. ഇങ്ങനെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അത് പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് 4 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി 10ാമത്തെ,
കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ജമ്മു കാശ്മീർ, ഓപ്ഷൻ ബി സിക്കിം, ഓപ്ഷൻ സി മേഘാലയ, ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശിലാണ് കുളു താഴ്വര നിലനിൽക്കുന്നത്. ഇനി 11. വരാനിരിക്കുന്ന തലമുറകൾക്ക് ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതാരെ? ഓപ്ഷൻ എ വിക്രം സാരാഭായ്, ഓപ്ഷൻ ബി ആൽബർട്ട് ഐൻസ്റ്റീൻ, ഓപ്ഷൻ സി വിൻസെന്റ് ചർച്ചിൽ, ഓപ്ഷൻ ഡി CV രാമൻ. ആൻസർ ഓപ്ഷൻ ബി ആൽബർട്ട് ഐൻസ്റ്റീനെയാണ് ഗാന്ധിജി വരാനിരിക്കുന്ന തലമുറകൾക്ക് ഉദാത്ത മാതൃക എന്ന് വിശേഷിപ്പിച്ചത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം 1921, 1910, 1911, 1920. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി 1911 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം. ഇനി 13. ലോകനായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ജയപ്രകാശ് നാരായണൻ, ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ ഡി ബിപിൻ ചന്ദ്രപാൽ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ജയപ്രകാശ് നാരായണനാണ് ലോകനായിക് എന്ന് അറിയപ്പെടുന്നത്. ഇനി 14. സാരേ ജഹാം സെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ്? ഓപ്ഷൻ എ ഹിന്ദി, ഓപ്ഷൻ ബി ഗുജറാത്തി, ഓപ്ഷൻ സി ബംഗാളി, ഓപ്ഷൻ ഡി ഉറുദു. ആൻസർ ഓപ്ഷൻ ഡി ഉറുദു ആണ്. സാരേ ജഹാം സെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഉറുദു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. 15. UGC നിലവിൽ വന്ന വർഷം 1951, 1962, 1953, 1950. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി 1953 ആണ്. ഇതും കുറെ തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 16. നീതി ആയോഗിന്റെ ചെയർമാൻ? ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ സി പ്രസിഡന്റ്, ഓപ്ഷൻ ഡി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ പ്രധാനമന്ത്രി. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ. ഇനി 17. ഇന്ത്യ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി? ഓപ്ഷൻ എ വിൽപ്പന നികുതി, ബി എക്സൈസ് നികുതി, സി തൊഴിൽ നികുതി, ഡി വാഹന നികുതി. ഓപ്ഷൻ ബി എക്സൈസ് നികുതി വഴിയാണ് ഇന്ത്യ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. ഇനി 18. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി മൻമോഹൻ സിംഗ്, ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ഡി നരസിംഹറാവു. ആൻസർ ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധിയായിരുന്നു ബാങ്കുകളെ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി. എന്നാൽ 1969 ദേശസാൽക്കരിച്ചപ്പോൾ അന്നത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് VV ഗിരിയായിരുന്നു. 1969 ഇന്ദിരാഗാന്ധി ചെയ്തപ്പോൾ അന്നത്തെ രാഷ്ട്രപതി VV ഗിരിയായിരുന്നു. അതിനുശേഷം 1980 രണ്ടാം ദേശസാൽക്കരണം നടന്നപ്പോൾ അന്നത്തെ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. അതുകൂടി നിങ്ങൾ ഓർത്തു വെക്കുക. PSCയുടെ രൂപം മാറുന്നതിനനുസരിച്ച് അതിൽ നിന്ന് ഡീപ്പായിട്ട് ചോദ്യം ചോദിക്കാം. 1969 രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ VV ഗിരിയും, 1980 നീലം സഞ്ജീവ് റെഡ്ഡിയാണ് ആൻസർ. ഇനി 19. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഏത്? LIC ഓഫ് ഇന്ത്യ, ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, നാഷണൽ ഇൻഷുറൻസ്. ആൻസർ ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം. ഇനി 20. ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഓപ്ഷൻ എ ഡെപ്യൂട്ടി സ്പീക്കർ, ബി ചീഫ് ജസ്റ്റിസ്, സി ഉപരാഷ്ട്രപതി, ഡി പ്രധാനമന്ത്രി. ഇതിന്റെ ആൻസർ ആയിരുന്നു ഓപ്ഷൻ എ ഡെപ്യൂട്ടി സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് നൽകുന്നത്. 21. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2004, ഓപ്ഷൻ ഡി 2003. ആൻസർ ഓപ്ഷൻ എ 2005. നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. അതുകൂടി ഓർത്തു വയ്ക്കുക. 22. മലാല ദിനമായി ആചരിക്കുന്നതെന്ന്? ഓപ്ഷൻ എ ജൂലൈ 17, ഓപ്ഷൻ ബി ജൂലൈ 12, ഓപ്ഷൻ സി ജൂലൈ 11, ഓപ്ഷൻ ഡി ജൂലൈ 13. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ജൂലൈ 12 ആണ്. ജൂലൈ 12 മലാല ദിനമായി ആചരിക്കുന്നത്.
23 ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം. ഓപ്ഷൻ എ രാഷ്ട്ര മഹിള, ഓപ്ഷൻ ബി അഖണ്ഡ ജ്യോതി, ഓപ്ഷൻ സി പ്രതിയോഗിത ദർപ്പൺ, ഓപ്ഷൻ ഡി സ്ത്രീ ശാക്തീകരണം. 23ന്റെ ആൻസർ ഓപ്ഷൻ എ രാഷ്ട്ര മഹിളയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഇന്നത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ആന്റണി ഡൊമിനിക്. അത് ഓർത്തു വെക്കുക, അത് ചോദിക്കാം. ആന്റണി ഡൊമിനിക് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർമാൻ 2020. അതുകൂടി ഓർത്തു വെക്കുക. ഇനി 25 സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിന് 1978 UN അവാർഡും നേടിയ അന്തർദേശീയ സംഘടന. ഓപ്ഷൻ എ ഏഷ്യ വാച്ച്, ഓപ്ഷൻ ബി അമേരിക്ക വാച്ച്, ഓപ്ഷൻ സി ആംനസ്റ്റി ഇന്റർനാഷണൽ, ഓപ്ഷൻ ഡി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇതിന്റെ ആൻസർ ആണ് ഓപ്ഷൻ സി ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ് സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. 26 100ാമത് കോപ്പ അമേരിക്ക കപ്പ് നേടിയ രാജ്യം. ഓപ്ഷൻ എ അർജന്റീന, ബി USA, സി ബ്രസീൽ, ഡി ചിലി. ഓപ്ഷൻ ഡി ചിലിയാണ് ആൻസർ. ഇത് അന്നത്തെ കറന്റ് ആണ്. ഇന്ന് അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്താണോ നടക്കുന്നത് അത് നിങ്ങൾ കറന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അതാണ് PSC ചോദിക്കുക. ഇനി 27 ബ്രെക്സിറ്റ് എന്ന പദം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫ്രാൻസ്, ബി ബ്രിട്ടൻ, സി പോർച്ചുഗൽ, ഡി ജർമ്മനി. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ബ്രിട്ടൻ ആണ്. ബ്രിട്ടനുമായി ബന്ധപ്പെട്ടതാണ്. ബ്രീ എന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ രണ്ടും കിട്ടും. ബിയുമാണ്. ഇനി 28ാമത്തെ ചോദ്യം. ഈ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്, അതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി 29ാമത്തെ ചോദ്യം. ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതി. ഓപ്ഷൻ എ APJ അബ്ദുൽ കലാം, ബി പ്രതിഭ പട്ടേൽ, സി KR നാരായണൻ, ഡി പ്രണബ് മുഖർജി. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി പ്രണബ് കുമാർ മുഖർജിയാണ് ആഫ്രിക്കൻ രാജ്യത്തെ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇന്ന് ചോദിക്കുന്നത് അധികവും നരേന്ദ്രമോദിയെ കുറിച്ചിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ, പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് ചോദിക്കാൻ കാരണമുള്ളൂ. ഇനി ചോദിക്കുന്ന രാഷ്ട്രപതി ആണെങ്കിൽ അത് അധികം ആൻസർ രാംനാഥ് കോവിന്ദും ആയിരിക്കും. അങ്ങനെ വല്ലതും ചോദിക്കുകയാണെങ്കിൽ, കാരണം ഇത് അന്ന് നടന്ന കറന്റുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ചോദിച്ചത്. അന്ന് അധികാരത്തിൽ വന്നിട്ടേയുള്ളൂ BJP പാർട്ടി, അതുകൊണ്ടായിരുന്നു. ഇനി 30 ഇന്ത്യ 20 ഉപഗ്രഹങ്ങളുമായി അടുത്തിടെ വിക്ഷേപിച്ച ബഹിരാകാശ വാഹനം ഏത്? ഓപ്ഷൻ എ PSLV-34A, PSLV-33C, PSLV-34C, PSLV-33A. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി PSLV-34C ആണ് ഇന്ത്യ 20 ഉപഗ്രഹങ്ങളുമായി അടുത്തിടെ വിക്ഷേപിച്ച ബഹിരാകാശ വാഹനം. ഇനി 31 ഒരു പോളിമർ ആയ പോളിത്തീനിന്റെ മോണോമർ ഏതാണ്? ഓപ്ഷൻ എ പ്രൊപ്പീൻ, ബി പെന്റീൻ, സി തീൻ, ഓപ്ഷൻ ഡി ഈഥീൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ഈഥീൻ ആണ് മോണോമർ ആയി പ്രവർത്തിക്കുന്നത്. ഇനി 32 ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം ഏത്? ഓപ്ഷൻ എ ഇലക്ട്രോൺ, ബി പ്രോട്ടോൺ, സി ന്യൂട്രോൺ, ഡി ഇവയൊന്നുമല്ല. ഓപ്ഷൻ സി ന്യൂട്രോൺ ആണ് ഇതിന്റെ ആൻസർ. 33 ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ഡാൾട്ടൺ, ബി ന്യൂലാൻഡ്, സി മെൻഡലീഫ്, ഡി മോസ്ലി. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ശരിയായ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ മോസ്ലി ആണ്. അത് ഓർത്തു വെക്കുക, മെൻഡലീഫ് അല്ല എന്നുള്ളത്. 34 താഴെ തന്നിരിക്കുന്നതിൽ നിന്നും അലുമിനിയത്തിന്റെ അയിര് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഹേമറ്റൈറ്റ്, ഓപ്ഷൻ ബി സിങ്ക് ബ്ലാൻഡ്, ഓപ്ഷൻ സി ബോക്സൈറ്റ്, ഓപ്ഷൻ ഡി കോപ്പർ പൈറൈറ്റ്സ്. ഇതിന്റെ ആൻസർ 34 ഓപ്ഷൻ സി ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ അയിര് എന്ന് പറയുന്നത്.
കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇരുമ്പിന്റെ അയിര് ഏതാണെന്ന് എഴുതിയിരുന്നു, അത് ഹേമറ്റൈറ്റ് ആണ്. രണ്ടും മാറിപ്പോകരുത്, പലപ്പോഴും മാറിപ്പോകുന്ന രണ്ടെണ്ണമാണ് ഹേമറ്റൈറ്റും ബോക്സൈറ്റും. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ആണ്. അതെവിടെയാണ്, കേരളത്തിൽ ഏത് ജില്ലയിലാണ് കൂടുതലായി കാണപ്പെടുന്നത് എന്നൊക്കെ ജില്ലകളിലൂടെയുള്ള ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. 35 ക്ലാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം. ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ സി സോഡിയം കാർബണേറ്റ്, ഓപ്ഷൻ ഡി സോഡിയം നൈട്രേറ്റ്. ആൻസർ ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്ലോറൈഡ് ആണ് ക്ലാസിക് സോഡയുടെ രാസനാമം എന്ന് പറയുന്നത്. 36 പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? ഖരം, പ്ലാസ്മ, ദ്രാവകം, വാതകം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി പ്ലാസ്മയാണ്. ഇനി 37 പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? ഓപ്ഷൻ എ മഞ്ഞ, ബി സിയാൻ, സി മജന്ത, ഡി നീല. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ മഞ്ഞയാണ്. പലരും പഠിച്ചിട്ടുണ്ടായിരിക്കും ഗാന്ധിജിയുടെ 2ാം ഭാര്യ യമുനയിൽ മുങ്ങി ചത്തു എന്നുള്ളത്. ആ കോഡ് വെച്ചിട്ട് അറിയാവുന്ന അത് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുക. പച്ചയും ചുവപ്പും കൂടി ചേർന്ന മഞ്ഞ എന്നും, എന്നാൽ നീലയും ചുവപ്പും കൂടി ചേർന്ന മജന്ത എന്നും, ഗ്രീനും ബ്ലൂവും പാടെ കൂടി ചേർന്ന സിയാൻ എന്നും പഠിച്ചു വെക്കുക. അങ്ങനെ പഠിക്കാൻ അറിയാത്തവർ, അല്ലെങ്കിൽ ആ കോഡ് അറിയുന്നവർ അത് വെച്ച് ചെയ്യുക. ആ കോഡ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട കമന്റായി രേഖപ്പെടുത്തിയാൽ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതിന്റെ കോഡുകളും അതുമോടനുബന്ധിച്ച് വരുന്ന മറ്റ് ചോദ്യങ്ങളും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കമന്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മാത്രമേ ഞാൻ അത് ചെയ്യൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയുമെന്ന് കരുതി ഞാൻ ആ വിഭാഗം വിട്ടുപോകും. അതുകൊണ്ടാണ് പറഞ്ഞ് അറിയാത്തവർ അത് കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ക്ലാസ് എടുത്തു തരുന്നതാണ്. 38 പ്രവൃത്തിയുടെ യൂണിറ്റ്. ഓപ്ഷൻ എ ന്യൂട്ടൺ, ബി ജൂൾ, സി ഫാരൻഹീറ്റ്, ഡി വാട്ട്. ആൻസർ ഓപ്ഷൻ ബി ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. ഈ യൂണിറ്റുകളൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. കാരണം പലപ്പോഴും BSc ചോദിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ തവണ ചോദിച്ചൊരു ചോദ്യമാണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. അത് ജൂൾ ആണെന്ന് ഓർത്തു വെക്കുക. 39 സൗരയൂഥത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹം. ഓപ്ഷൻ എ പ്ലൂട്ടോ, ബി യുറാനസ്, സി ശനി, ഡി ബുധൻ. ആൻസർ ഓപ്ഷൻ എ പ്ലൂട്ടോ. ഈ സൗരയൂഥത്തിൽ നിന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തവർക്കറിയാം. അതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, എത്ര ഗ്രഹങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അധികവും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും അധിക ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടുന്നത്. അപ്പൊ സൗരയൂഥം ചോദിച്ചാൽ ആ സൗരയൂഥം തന്നെ ഉണ്ടായിരിക്കും ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതേപോലെ അയിര് ചോദിച്ചാൽ 3 എണ്ണം ഉണ്ടാവും അയിരും. ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത്. നിങ്ങൾ ഈ ഒരു ക്ലാസ് കേട്ടു എന്ന് കരുതി ഇത് നിങ്ങളെ മെമ്മറിയിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾ തന്നെ സ്വയം എഴുതി നോക്കുക. അതിൽ ഞാൻ ഒരു കാരണവശാലും ആൻസർ എഴുതിയിട്ടില്ല. ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് എടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്ലെയിൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. മറ്റുള്ളവർ തരുന്നത് പോലെ ആൻസറുകൾ ഇട്ട് തന്നാൽ നിങ്ങൾ അത് കോപ്പി അടിക്കുമെന്നല്ലാതെ ഇതുമായി യാതൊരു ബന്ധവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. ഇനി നമുക്ക് 40ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി. ഓപ്ഷൻ എ 10 ഹെർട്സിനും 1000 ഹെർട്സിനും ഇടയിൽ, 20 ഹെർട്സിനും 10000 ഹെർട്സിനും ഇടയിൽ, 20നും 2000 ഹെർട്സിനും ഇടയിൽ, 20 ഹെർട്സിനും 20000 ഹെർട്സിനും ഇടയിൽ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 20 ഹെർട്സിനും 20000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്നത്. 41 ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ഓപ്ഷൻ എ പിറ്റ്യൂട്ടറി, ഓപ്ഷൻ ബി പാൻക്രിയാസ്, ഓപ്ഷൻ സി കരൾ, ഓപ്ഷൻ ഡി തൈറോയിഡ് ഗ്രന്ഥി. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. 42 ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഗ്ലൂക്കോമ. ഓപ്ഷൻ എ കണ്ണ്, ബി ചെവി, സി തലച്ചോറ്, ഡി വൃക്ക. ഓപ്ഷൻ എ കണ്ണാണ് ശരിയായ ആൻസർ. ഇനി 43 സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻ എ വിറ്റാമിൻ സി, ബി വിറ്റാമിൻ ബി, സി വിറ്റാമിൻ ഡി, ഡി വിറ്റാമിൻ എ.
ആൻസർ ഓപ്ഷൻ സി വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ. ഈ 44 രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗം. ഓപ്ഷൻ എ ഹെപ്പറ്റൈറ്റിസ്, ബി ഹീമോഫീലിയ, സി അനീമിയ, ഡി സിക്കിൾ സെൽ അനീമിയ. ഇത് ഓപ്ഷൻ ബി ഹീമോഫീലിയ ആണ്. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ശ്വേതരക്തങ്ങൾ അരിവാൾ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് സിക്കിൾ സെൽ അനീമിയ. ഇത് കൂടുതലായിട്ട് കേരളത്തിൽ കാണപ്പെടുന്ന രോഗം വയനാട് ജില്ലയിലാണ്, ആദിവാസികളിലാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത്. ഇനി 45 വായുവിൽ കൂടി പകരാത്ത രോഗം ഏത്? പകരാത്ത രോഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആന്ത്രാക്സ്, ബി ചിക്കൻ പോക്സ്, സി ക്ഷയം, ഡി കൊളറ. ഡി ആണ് ശരിയായ ആൻസർ. ഇനി 46 കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഏത്? ഓപ്ഷൻ എ ഹരിതശ്രീ, ഓപ്ഷൻ ബി ആജീവിക, ഓപ്ഷൻ സി ധനലക്ഷ്മി, ഓപ്ഷൻ ഡി ഹരിത കേരളം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ഹരിത കേരളമാണ്. ഇതും 2017 കറന്റ് ആയിരുന്നു. ഇപ്പോൾ മാറിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കുടുംബശ്രീയുടെ പല പദ്ധതികളും പുതിയത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതും അതിന് കൂടെ ഒന്ന് ഓർത്തു വെക്കുക, ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇനി 47 ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏത്? ഓപ്ഷൻ എ ചീര, ബി കാബേജ്, സി കോളിഫ്ലവർ, ഡി പച്ചമുളക്. ആൻസർ ബി ആണ്, കാബേജ് ആണ് ഹരിറാണി എന്നറിയപ്പെടുന്നത്. ഇതും പുതിയ ഇനങ്ങൾ ഏതാണോ അത് പഠിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ മലയൻഡാർഫ് ഏതിൻ്റെയാണെന്ന് പഠിച്ചിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഏതാണോ ചോദിച്ചത് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനെ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നിങ്ങൾ അതുമായി കണക്ട് ചെയ്ത് പഠിക്കുക. ഒരു എക്സാം നടന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുക. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ സാധിക്കും. ഇനി 48 കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ മാടക്കത്തറ, ബി കുറ്റ്യാടി, സി പന്നിയൂർ, ഡി കണ്ണാറ. ഓപ്ഷൻ സി പന്നിയൂരാണ്. പന്നിയൂർ കണ്ണൂർ ജില്ലയിലാണ്. ഓർത്തു വെക്കുക. 49 നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം. ഓപ്ഷൻ എ സൈലന്റ് വാലി, ബി തേക്കടി, സി ചിന്നാർ, ഡി നെയ്യാർ. ഓപ്ഷൻ സി ചിന്നാറിലാണ് നക്ഷത്ര ആമകൾ കാണപ്പെടുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താണെന്നുള്ളത് വരെ ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അത് പോയി നോക്കുക. മെമ്മറി കോഡിലാണ് എടുത്തിട്ടുള്ളത്. അറിയാത്തവർ മെമ്മറി കോഡിൽ പ്ലേലിസ്റ്റിലെ മെമ്മറി കോഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. സൈലന്റ് വാലി കാണപ്പെടുന്നതാണ് സിംഹവാലൻ കുരങ്ങ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട്. ഇനി 50 ഇത്ത എന്ന രോഗത്തിന് കാരണമായ മൂലകം. ഓപ്ഷൻ എ കാഡ്മിയം, ഓപ്ഷൻ ബി ആർസിനക്, ഓപ്ഷൻ സി മെർക്കുറി, ഓപ്ഷൻ ഡി കറുത്തിയം. ആൻസർ ഓപ്ഷൻ എ കാഡ്മിയമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മൾ LDCയുടെ 077/2017 50 GK മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത് കറക്റ്റായിട്ട് പഠിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളത് വീട്ടിലിരുന്ന് തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. അപ്പോൾ ഗുഡ് ബൈ.